ഇന്നവിടത്തോട് നാം പറയാൻ ആഗ്രഹിക്കുകയാണ്. നാളെ നമ്മുടെ വിശ്വസ്തതയുടെ തെളിവ് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അനുമതി നൽകിയാലും. മഹാമംഗ തന്റെ ബുദ്ധിവൈഭവത്താൽ ഒന്നൊന്നായി എല്ലാവരെയും വകവരുത്തുകയായിരുന്നു. പിന്നെ അവരുടെ മകനായ ആദം ഖാൻ ഭൈറാം ഖാൻ പോയതോടുകൂടി സ്വന്തം നേരം പോക്കുകൾക്കായി സമയം കണ്ടെത്തുകയായിരുന്നു. പ്രഭു, ഒരു പ്രധാന വാർത്തയുണ്ട്. പ്രഭു, അത് ഭൈറാം ഖാനെ കുറിച്ചുള്ള വാർത്തയാണ്. പറയ്. വിവരം ലഭിച്ചിരിക്കുന്നത് ഭൈറാം ഖാൻ ഗുജറാത്തിലെത്തിയെന്നാണ്. അവിടെ വിശ്രമിക്കുകയാണെന്ന്. ഭൈറാം ഖാന് യാതൊരു ഉറപ്പുമില്ല അയാൾ മക്കയിൽ നിന്ന് എപ്പോൾ തിരികെ എത്തുമെന്ന്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ നാം ഏത് സ്ഥാനത്താണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്താൻ സാധിക്കാതെ വരും. ഒരു കാര്യം ചെയ്യ്, പഠാൻ മുബാരക് ലോഹാനിയെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കൂ. ബാൻപൂരിലെ മഹാരാജൻ രുദ്രഭാൻ കടന്നു വരുന്നു. ബന്ധുക്കളെ, രാജപുരോഹിതൻ അമീറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭാൻപൂർ രാജകുമാരി ജോധയ്ക്ക് നൽകുന്ന സമ്മാനം സ്വീകരിച്ചാലും. വിവാഹത്തിനുള്ള ശുഭമുഹൂർത്തം കുറിച്ചു കഴിഞ്ഞു രാജൻ. കുമാരി ജോധയുടെയും കുമാരൻ സൂര്യഭാന്റെയും വിവാഹത്തിന് ഈ മാസത്തിലെ പൗർണമി നാളിലുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താവുന്നതാണ്. നമുക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മേനവതി, പറയൂ. നാം നേർച്ച നേർന്നിരുന്നു. ജോധയുടെ വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നാം കാളിമാതാവിന്റെ ക്ഷേത്രത്തിൽ യജ്ഞം നടത്തുമെന്ന്, അതിൽ രാജകുടുംബാംഗങ്ങൾ പങ്കുചേരുമെന്നും. ജോധ പുതിയ ജീവിതം തുടങ്ങും മുമ്പ് അമ്മയുടെ അനുഗ്രഹം ലഭിക്കും. അതിലും നല്ല കാര്യം എന്താണുള്ളത്? അക്കാര്യം നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. ഇന്ന് സന്ധ്യയ്ക്ക് തന്നെ നമ്മൾ അവിടേക്ക് പോകും. ഇതാണ് അജ്മീർ, ഇതാണ് മിവാദ്. ഇത് രണ്ടിനും ഇടയിലായി കാണുന്നതാണ് അമീർ. ഒരു വിഭാഗം അമീറിലൂടെ പോകണം, മറ്റത് മിവാദിലൂടെയും. അമീർ ഇത് രണ്ടിനും ഇടയിലായതുകൊണ്ട് കാര്യം എളുപ്പമാകും. ശ്രദ്ധിക്കൂ ഷറഫുദ്ദീൻ, അമീറിനെ വിജയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അമീറിനെതിരായ പോരാട്ടം ബുദ്ധിമുട്ടുള്ളതാണ്. അതുമാത്രമല്ല, അമീറിൽ നിന്നും ധാരാളം തുരങ്കങ്ങൾ പോകുന്നുണ്ട്. ഇതാ ഇവിടെ, പിന്നെ ഇവിടെ നിന്നുമുണ്ട്. നമ്മുടെ സൈന്യത്തെ ഇവിടെ തയ്യാറാക്കി നിർത്തേണ്ടതാണ്. അവർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരവും നൽകാൻ പാടില്ല. അവരെ നിസ്സഹായരാക്കണം. പിന്നെ നമ്മൾ നമ്മുടെ സൈന്യത്തെ ഉപയോഗിച്ച് എത്രയും വേഗം തന്നെ അവരെ കീഴ്പ്പെടുത്തുകയും വേണം. സുബ്ഹാനല്ലാഹ്, അങ്ങയുടെ ഉടവാൾ പോലെ തന്നെ അങ്ങയുടെ ബുദ്ധിയും വളരെയധികം മൂർച്ചയുള്ളതാണ് സുജാമൽ. നമ്മൾ എത്രയും വേഗം തന്നെ സൈന്യത്തെ വിന്യസിക്കേണ്ടതാണ്. എത്രയും വേഗം തന്നെ അവരെ ആക്രമിക്കണം. കാരണം അവർക്ക് ഇതേക്കുറിച്ച് ഒരു വിവരവും ലഭിക്കരുത്. അമീറിന്റെ സിംഹാസനത്തിലിരിക്കുക എന്ന അങ്ങയുടെ മോഹം ഉറപ്പായും പൂർത്തിയാക്കുന്നതാണ് സുജാമൽ. പോയി വേഗം തന്നെ പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. നമുക്കിന്ന് തന്നെ മുന്നേറ്റം നടത്താം. ആഗ്രഹം പൂർത്തിയാക്കുന്നത് നമ്മുടെ ഷഹൻഷാ ജലാലിൻ്റെതായിരിക്കും.
അമീറിനെ മുഷ്ടിയിൽ ഒതുക്കുക എന്ന ആഗ്രഹം. ഈ യുദ്ധം വിജയിച്ചാൽ നമ്മുടെ പേര് ഇവിടെ മാത്രമായിരിക്കില്ല, അങ്ങ് ആഗ്രയിലും അറിയപ്പെടുന്നതാണ്. മാൾവയിലെ സുൽത്താനായ ബാസ് ബഹാദൂർ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ജലാലിന്റെ ഉദ്ദേശ്യങ്ങൾക്കും അദ്ദേഹം എതിരായി പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയത്താണ് നാം ഉടനെ മാൾവയെ ആക്രമിക്കണം. അരുത്. ജലാൽ അഥവാ അങ്ങ് ഇത്രയും ചെറിയ കാര്യത്തിന് സ്വന്തം മുടവാളെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നാൻ സാധ്യത മുഗൾ വംശത്തിന്റെ പക്കൽ യോദ്ധാക്കൾ കുറവാണെന്നാകും. മാൾവയിലേക്ക് അങ്ങ് സൈന്യത്തെ അയച്ചാലും. പക്ഷെ ആരുടെ നേതൃത്വത്തിലാണ് നാം അയക്കേണ്ടത് വല്ലുമ്മ? ഖാൻ ബാബ പോയതിനു ശേഷം നാം ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആദം ഖാനെ വിശ്വസിക്കണം. എന്താ? അതെ, നമ്മുടെ അഭിപ്രായത്തിൽ അങ്ങ് മാൾവയെ ആക്രമിക്കാനായി ആദം ഖാനെ അയച്ചാലും അവൻ നമ്മുടെ മകനായതുകൊണ്ടല്ല നാം അങ്ങനെ പറഞ്ഞത്. മറിച്ച് അവനൊരു യോദ്ധാവായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവന് യുദ്ധം വിജയിക്കാനുള്ള കരുത്തുണ്ട്. അവന്റെ ദൗത്യമാണ് ബാദ്ഷായെ സേവിക്കുക എന്നത്. അവിടുന്ന് പറഞ്ഞത് ശരിയാണ് വല്ലുമ്മ. അപ്പോൾ സൈന്യത്തെ അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതാണ്. 2 ദിവസത്തിന് ശേഷം അവർ ആദം ഖാന്റെ നേതൃത്വത്തിൽ മാൾവയെ ആക്രമിക്കുന്നതാണ്. മാൾവയെ ആക്രമിക്കാനോ? എപ്പോൾ? 2 ദിവസത്തിന് ശേഷം നിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സൈന്യം മാൾവയെ ആക്രമിക്കാനായി തിരിക്കുന്നതാണ്. നമ്മുടെ നേതൃത്വത്തിലോ? എന്താ, നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? ആദം, നീ നമ്മുടെ മകനാണ്. നീ ഈ യുദ്ധം ഉറപ്പായും വിജയിച്ചിരിക്കും. നാം നിനക്ക് വേണ്ടി എത്ര അവസരങ്ങൾ എപ്പോഴും തട്ടിയെടുത്തു നൽകുന്നു. എന്നാൽ നീ ആദം, അഥവാ ഈ യുദ്ധം നീ വിജയിച്ചാൽ ഈ വംശത്തിൽ തന്നെ നിന്റെ സ്ഥാനം വളരെ ഉയരത്തിലെത്തും. പിന്നെ അതിനുശേഷം ഭക്ഷീഭാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ജലാലിനോട് സംസാരിക്കാൻ സാധിക്കും. നാം ആഗ്രഹിക്കുന്നത് എത്രയും വേഗം. നോക്കൂ, ഞാൻ എന്റെ കൈകൊണ്ട് ഉമ്മയ്ക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, നിങ്ങളെന്താ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ഞങ്ങൾ നിക്കാഹിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഭക്ഷീഭാനുവിന്റെ നിക്കാഹിനെ കുറിച്ച് പറയുകയായിരുന്നു. ഭക്ഷ്യഭാനുവിന്റെ നിക്കാഹോ? അവിടുന്ന് വളരെ നല്ല കാര്യമാ ചെയ്യുന്നത്. അവിടുന്ന് എല്ലാരെ കുറിച്ച് എത്ര നന്നായാ ചിന്തിക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവള് ചെറിയ പ്രായമല്ലേ, എന്നിട്ട് വിധവയായി. അവൾക്കേ വളരെ നല്ലൊരു വരനെ തേടണം. ഇദ്ദേഹത്തിനെ പോലെയൊന്നും അല്ല. നോക്കൂ, ഇദ്ദേഹത്തിന് ഒരിക്കലും ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ ജാവിദ, മധുരം കുറവാണ്. ഓഹോ, എനിക്കറിയാമായിരുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ഉറപ്പായും ചെയ്യുമെന്ന്. കണ്ടില്ലേ, ഞാൻ ഇതിൽ മധുരം ചേർക്കാൻ മറന്നു. ശരി, ഉമ്മ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി മധുരം ചേർത്തുകൊണ്ടുവരാം. അഥവാ ഈ യുദ്ധം നീ ജയിച്ചില്ലെങ്കിൽ ഇതുപോലെ സേവനം ചെയ്ത് കഴിയേണ്ടി വരും ജീവിതകാലം മുഴുവനും. നീ മാൾവയ്ക്കെതിരെ വിജയിച്ചാൽ നാം ജലാലിന്റെ വിശ്വാസത്തെ ജയിക്കും. ജലാലിന്റെ മനസ്സിൽ നിനക്കൊരു ഉന്നത സ്ഥാനമുണ്ടായാൽ, ഭക്ഷീബാനുവുമായി നിന്റെ നിക്കാഹൊന്ന് നടന്നു കിട്ടിയാൽ പിന്നെ നീയായിരിക്കും സിംഹാസനത്തിന്റെ ഉടമ. ജഗദംബികേ വിധി നടപ്പാക്കാൻ പോവുകയാണ്. സമയം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, വിധി നടക്കാൻ തന്നെയാണ് പോകുന്നത് ശകുനി ഭായ്. എന്തായിരുന്നുവോ നമ്മുടെ ആഗ്രഹം, അതുതന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ മകൾ ജ്യോഥയുടെ വിവാഹം ഭാൻപൂരിലെ ശൂരവീര പരാക്രമിയായ രാജാവ് സൂര്യഭാനുവുമായി ഉറപ്പിച്ചിരിക്കുകയാണ്. തീരുമാനങ്ങളെ മാറ്റാൻ സാധിക്കും മേനാവതി, വിധിയെയല്ല. അവിടുന്ന് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കണ്ടോളൂ, അങ്ങ് പറഞ്ഞ ആ വിധി അവിടുത്തെ പ്രവചനങ്ങളും തെറ്റാണെന്ന് സ്ഥാപിച്ചിരിക്കുന്നു. വിധി നമ്മുടെ ജ്യോഥയെ സൂര്യഭാന്റെ അടുത്ത് തന്നെ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ദയവായി അവിടുന്ന് പൂജയിൽ വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്.
മഹാകാളി വിജയിക്കട്ടെ. നീ ഇപ്പോൾ ആരെ പൂജിക്കാനാണോ വന്നത്? ഇത്രയും പരിഭ്രാന്തി എന്തിനാണ്? ഉമ, അത് ഒരു മോശം വാർത്തയുണ്ട്. എന്തുപറ്റി ജലാൽ? ദിവസം കഴിയുന്തോറും അങ്ങയുടെ ആകുലത വർദ്ധിക്കുകയാണല്ലോ. നമുക്ക് ഖാൻബാബയുടെ കുറവ് അനുഭവപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് മുഗൾ വംശത്തിന് അദ്ദേഹം എന്തായിരുന്നുവെന്ന്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും എന്നിലേക്ക് എത്താൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. വല്യുമ്മ, ഇത്തരത്തിൽ ഇവിടേക്ക് കടന്നു വരേണ്ടി വന്നതിൽ മാപ്പ് ചോദിക്കുന്നു ഷെഹൻഷാ. അവിടുത്തെ കണ്ണുകളിൽ കണ്ണുനീർ? വല്യുമ്മ, നാം ഇന്നുവരെ അവിടുത്തെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ടിട്ടില്ല. തീർച്ചയായും എന്തോ വലിയ കാര്യമുണ്ട്, പറഞ്ഞാലും. ഇങ്ങനെയാണ് നമ്മോട് പറയൂ വല്യുമ്മ, കാര്യമെന്താണ്? വല്യുമ്മ നമ്മുടെ എല്ലാ ക്ഷമയും നശിക്കുകയാണ്. പറഞ്ഞാലും. അങ്ങയുടെ പരിചയം തകർന്നു ജലാൽ. ഇപ്പോൾ ബൈറാങ്ക ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ചരിത്രത്തിൽ അങ്ങയുടെ നാമം ഏറ്റവും മനോഹരമായ സ്വർണ്ണലിപികളാൽ തന്നെ എഴുതപ്പെടും. നാം ആഗ്രഹിക്കുന്ന നമുക്ക് ഹജ്ജിന് പോകണമെന്നാണ്. നമുക്ക് അങ്ങേക്ക് അതിന് അനുവാദം നൽകാനാകില്ല. ഇതാണ് നമ്മുടെ അവസാനത്തെ ആഗ്രഹം. അനുവദിക്കണം. നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. മക്കയിലും മദീനയിലും എത്തുക എന്ന മോഹം പൂർണ്ണമായാലും ഇല്ലെങ്കിലും തീർച്ചയായും അങ്ങൊരു ശക്തനായ ബാദിശായി മാറും. തീർച്ചയായും. യാ അല്ലാഹ്, നാം ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങയുടെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ജലാലിനുണ്ടായിരിക്കണം. നാം പട്ടാൻ മുബാറക് ലോഹാനിയെ ബൈറാം ഖാനെ വകവരുത്തുന്നതിനായി അയച്ചിരുന്നു. ലോഹാനി
ഭൈറാം ഖാനോടുള്ള കണക്ക് തീർക്കാനായി മഹാനായ പടത്തലവൻ ഭൈറാം ഖാനെ വധിച്ചിരിക്കുന്നു. ജലാൽ അങ്ങൊരു ഷഹൻഷായാണ്. ഷഹൻഷായ്ക്ക് കരയാൻ അധികാരമില്ല. അങ്ങ് സ്വയം നിയന്ത്രിച്ചാൽ. പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ ബീഗറുക്കിയ. അന്തപുരത്തിൽ ആകെ പ്രശ്നമാണ്. അവിടുന്ന് എത്രയും വേഗം അവിടെ എത്തണം. വന്നാലും ഇവിടെ ജലാലിന്റെ അവസ്ഥ ഇതാണ്. എന്നിട്ട് ഇവൾ ചെയ്തത് അങ്ങനെ എന്താണുള്ളത്? ഈ സമയം ജലാലിനേക്കാൾ അധികം ഇവൾക്ക് പ്രധാനപ്പെട്ടതായി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അങ്ങയുടെ ഖാൻ ബാബയെ കൊന്നുകളഞ്ഞതാണ് ജലാൽ. ആരാണ് നമ്മുടെ കാൻവാവെ ഇല്ലാതാക്കിയത്? ആരാണ് നമ്മുടെ കാൻവാവെ ഇല്ലാതാക്കിയതെന്ന്? എനിക്ക് അയാളെ കിട്ടേ തീരൂ, ജീവനോടെ ശവമായിട്ടോ. ഇത് മുഗളരുടെ അന്തപുരമാണ്, ആഗ്രയിലെ കമ്പോളമല്ല. റാണി അതിന് നമുക്കൊന്നും തന്നെ കേൾക്കണ്ട. നാം റാണിയോട് തനിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പോകൂ. പറയൂ. ഇന്ന് ജലാൽ ഇത്ര വലിയ വിഷമത്തിലായിട്ടും, ബൈറാം ഖാന്റെ മരണവാർത്ത അറിഞ്ഞ് ജലാൽ മനസ്സ് തകർന്നു നിന്നിട്ടും, ആ സമയത്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിന് പകരമായി അവിടുന്ന് ഇവിടുത്തെ അന്തപുരത്തിൽ ബീവിമാരുടെ വഴക്കൊത്തു തീർപ്പാക്കുകയായിരുന്നു. ഒരു റാണി എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടാത്തതെന്നും നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ദീർഘവീക്ഷണമില്ല, അത് നമ്മുടെ പക്കലുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ ദീർഘവീക്ഷണത്തിലൂടെ നാം അവിടത്തോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് റാണി. അവിടുന്ന് വംശത്തിന്റെ റാണിയായിട്ടുണ്ടാകും, പക്ഷെ ഒരിക്കലും ജലാലിന്റെ മനസ്സിലെ റാണിയായിട്ടില്ല. അവിടുന്ന് ഒരു പക്ഷെ മറന്നിട്ടുണ്ടാവും ജലാലിന്റെ ഹൃദയത്തിൽ മനസ്സില്ലെന്ന്. പിന്നെ മനസ്സിലെ റാണി എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. മനസ്സുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മനുഷ്യന്റെ കണ്ണുനീർ. ഇപ്പോൾ മനസ്സ് തകരുന്നോ, അപ്പോൾ കണ്ണുനീർ ഉതിരുന്നു. നമുക്ക് തോന്നുന്നത് ജലാലിന്റെ ഹൃദയത്തിലെ ആ മനസ്സ് ശ്വാസമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. ആർക്കറിയാം ആ മനസ്സ് അവിടുന്ന് നിന്നും അകന്നു പോയോ എന്ന്. കാരണം എപ്പോൾ ആ മനസ്സിന് അവിടത്തെ ആവശ്യമുണ്ടായിരുന്നോ, അപ്പോൾ അവിടുന്ന് അടുത്തുണ്ടായിരുന്നില്ല. സ്വന്തം സ്ഥാനം മറന്നു പോകരുത് മഹാമംഗ. നിങ്ങളൊരു ദാസിയാണ്. പിന്നെ ഈ സമയം ഇവിടുത്തെ റാണിയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം റാണി. ഈ ദാസിയാണ് അവിടുത്തെ പ്രിയതമനെ വളർത്തിയത്. ഹിന്ദുസ്ഥാനിലെ ഷെൻഷാ ഈ ദാസിയെ വല്യമ്മ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിനെ വളർത്തിയതിനു പകരമായി നിങ്ങൾ എന്തെല്ലാം മുതലെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടുത്തെ ഉദ്ദേശം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും നമുക്ക് വളരെ വ്യക്തമായി അറിയാം. നമ്മുടെ ചലനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം അവിടത്തേക്ക് നല്ലത് ഇതായിരിക്കും അവിടുന്ന് സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത്. അഥവാ അദ്ദേഹത്തിന്റെ ദൃഷ്ടി മറ്റാരിലെങ്കിലും പതിച്ചാൽ, പിന്നെ മറ്റാരുടെയെങ്കിലും ദൃഷ്ടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിച്ചാൽ, പിന്നെ അവിടുത്തെ ഭർത്താവിന്റെ ഹൃദയവും അദ്ദേഹത്തിന്റെ ചിന്തകളും ആടി ഉലയുന്നതാണ്. അപ്പോൾ അവിടത്തേക്ക് ഇവിടെ അന്തപുരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിയേണ്ടി വരും. പിന്നീട് പറയരുത് മഹാമംഗ അവിടത്തേക്ക് സൂചന നൽകിയില്ലെന്ന്. അല്ലാഹ് ഹഫീസ്.
ജഹാൻ ബാബയുടെ ആത്മാവിന് ശാന്തി നൽകണം.